കലോത്സവം കുട്ടികളുടെ മാത്രമല്ല, കലയ്ക്ക് പ്രായഭേദവുമില്ല. അതെ, കൗമാരക്കലയുടെ ഉത്സവ നഗരിയിലെത്തുന്നവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് കാക്കിക്കുള്ളിലെ ഈ കലാകാരി. കലോത്സവത്തിനെത്തുന്നവരുടെ കാരിക്കേച്ചർ ലൈവായി വരച്ചു നൽകുകയാണ് സബൂറ ബീഗം. മലപ്പുറം വനിതാ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സബൂറ ഒരു അസാധ കലാകാരി കൂടിയാണ്. കലയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനൊപ്പം തന്നെ സമൂഹത്തിലേക്ക് ഒരു പ്രധാന മെസ്സേജും ഇതിലൂടെ നൽകുന്നുണ്ട്. കലയാണ് ലഹരി എന്നാണ് നിങ്ങളുടെ ആപ്തവാക്യം. അപ്പം 64ാം കലോത്സവ വേദിയിൽ കാക്കിക്കുള്ളിലെ ഒരു കലാകാരിയാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് വരാൻ? ആർട്ട് പണ്ടേ ഇഷ്ടമാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സ്ട്രേഞ്ചേഴ്സിനൊക്കെ എനിക്ക് ടൈം കിട്ടുമ്പോൾ പെൻസിൽ ഡ്രോയിങ്, പോർട്രേറ്റ് വരച്ച് വീഡിയോസൊക്കെ ഇട്ട് എൻ്റെ സോഷ്യൽ മീഡിയ പേജുണ്ട്, സബൂറ ആർട്ട് ലവർ. അങ്ങനെ അത് കുറച്ച് വൈറലായിട്ടാണ് പോലീസുകാരുടെ ഇടയിൽ ഞാൻ വരയ്ക്കുമെന്ന് അറിയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ ഒരു ഡ്രഗ്സിന് എതിരെ ഒരു അവയർനെസ് ക്യാമ്പയിൻ നമ്മൾ ചെയ്യാൻ കമ്മീഷണർ സാർ പറഞ്ഞ, അങ്ങനെ അതിന് ഒരു തീരുമാനമായിട്ട് മലപ്പുറത്ത് വനിതാ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന എന്നെ ഇവിടേക്ക് വിളിച്ചു ഡ്യൂട്ടിക്കായിട്ട്. അങ്ങനെ ഇവിടെ വന്ന ദിവസം മുതൽ സംഭവം അടിപൊളിയായിട്ട് നടക്കണുണ്ട്. എനിക്ക് എല്ലാ മീഡിയവും പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്യൂട്ടി ടൈമൊക്കെ ഒരുപാട് കൂടുതലാണ് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം നമുക്ക് ഫ്രീ ടൈമൊക്കെ ഭയങ്കര കുറവാണ്. കിട്ടുന്ന റെസ്റ്റിനൊക്കെയാണ് ഇത് ചെയ്യലും. അതിൻ്റെ എഫർട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ കിട്ടുക എന്ന് പറയാം. ഞാൻ അത്രത്തോളം അതിന് എഫർട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ഉറക്കം കുറച്ചും മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കിയൊക്കെ. അങ്ങനെയാണ് ആർട്ടിനെ അത്രയ്ക്കും ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്. ജനിച്ചപ്പോഴേ എന്താ പറയുക, എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ ഇതിനോടൊരു ഭയങ്കര കമ്പാണ്. മുന്നേ കലോത്സവ വേദികൾ വന്നിട്ടുണ്ടോ? ഡ്യൂട്ടിക്ക് അല്ലാണ്ട് വന്നിട്ടില്ല. ഞാൻ എല്ലാ മത്സരത്തിനും ചേർന്നിട്ട് ഒന്നിനും പ്രൈസ് കിട്ടിയിട്ടില്ല. എല്ലാത്തിനും ചാടിക്കയറി പോകും. കാരണം അവിടെ പഠിക്കാൻ പോണ പിള്ളേർക്ക് മാത്രമേ പ്രൈസ് ഉള്ളൂ. അവരൊരു തീമാണ് കൊടുക്കണം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വരച്ച് വെച്ചിട്ട് അവർക്കൊരു ഇതുണ്ടാവുമല്ലോ അതിന് മാർക്കിടാൻ വരുന്നവർക്കും. പക്ഷെ എൻ്റെ വലിയൊരു ട്രോഫി എന്ന് പറയുന്നത് എനിക്ക് ഈ സ്റ്റേജാണ്. അതും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെൻ്റെ എഫർട്ടിൻ്റെ ഒരു ബലമാണ്. പിന്നെ ഒരു ചെറിയ കൂടി ഉണ്ട്. എന്താ പറയാ, ഞാൻ പല സൈഡിലും പാടാൻ പോയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടില് തൃശ്ശൂരില് ഒരു നീ വന്ന് പാടുന്നു വന്നത് ഈ സാർ തന്നെയാണ്. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് കേരള പോലീസ് എല്ലാ സാർമാർക്കും ഒരുപാട് ബിഗ് താങ്ക് ഞാൻ പറയാണ് എല്ലാവർക്കും. ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ സിറ്റി പോലീസ് മേധാവി ബഹുമാനപ്പെട്ട നകുൽ ദേശ്മുഖ് IPS അവരുടെ ഒരു ആശയമാണ് കലയാണ് ലഹരി എന്നുള്ളൊരു ആപ്തവാക്യം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറക്കി ചെല്ലുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സബൂറ എന്ന് പറയുന്ന ഒരു കലാകാരിയെ നമ്മളവിടെ നിന്ന് കൊണ്ടുവന്ന് കുട്ടികളുടെയും മത്സരാർത്ഥികളുടെയും അവരുടെ പേരൻസിൻ്റെയും മറ്റുള്ള ഇവിടെ വരുന്നവരുടെ എല്ലാം കാരിക്കേച്ചർ ലൈവായി വരച്ചുകൊണ്ട് ആ ലൈവായി വരയ്ക്കുന്ന കാരിക്കേച്ചറിൽ സേ നോ ടു ഡ്രഗ്സ് എന്നല്ല ലഹരിക്കെതിരെ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവർക്കത് കാരിക്കേച്ചർ നൽകുകയാണ്. അവരത് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുന്ന സമയം അവർക്ക് ആ ലഹരിക്കെതിരെ പോരാടാനുള്ള പോലീസിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു സപ്പോർട്ടും നമുക്കുണ്ടായിരിക്കും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.